ഭാരതത്തിൻ്റെ കാർഷിക അടിത്തറയ്ക്ക് കനത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള ദേശങ്ങളിൽ ചരിത്രാതീത കാലം തൊട്ടേ ദ്രാവിഡ മണ്ണിന് പ്രത്യേക സ്ഥാനമുണ്ട്. കാർഷിക പുരോഗതിയിൽ തമിഴ്നാടിൻ്റെ വളർച്ച ഇന്ന് അതിദുരിതം. ഉൾപ്പുളകമുണർത്തുന്ന ഇത്തരം കാർഷിക പാരമ്പര്യത്തിൽ നിന്നാണ് പുതിയ കർഷക ശ്രേഷ്ഠർ പിറക്കുന്നത്. ഈ കാർഷികോത്തമന്മാരെ തേടിയുള്ള നിതാന്ത സഞ്ചാരമാണ് ഹരിതഭാരതത്തിൻ്റേത്. തിരുക്കുറളിൻ്റെയും ചിലപ്പതികാരത്തിൻ്റെയും പെരുമ ഭാരതമാകെ പടർത്തിയ തമിഴിൻ്റെ മണ്ണാണിത്. രമണീയമായ ഇവിടുത്തെ പ്രകൃതിയിൽ കവിതയുടെ സുഗന്ധമുണ്ട്. തെരുവുകൾക്ക് ഉന്മാദമുണർത്തുന്ന മനുഷ്യവിയർപ്പിൻ്റെ ഊറ്റവും. കോട്ടൺ സിറ്റി എന്നറിയപ്പെടുന്ന കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കാണ് ആദ്യം പോയത്. പ്രകൃതി ഭംഗി ചിത്രീകരിക്കാൻ ഇവിടെ തമ്പടിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകർ സമ്മാനിച്ചതിനപ്പുറം പൊള്ളാച്ചിക്ക് ഒരു പാരമ്പര്യമുണ്ട്. ഇന്നലകളിലെ വാണിജ്യ പെരുമ അനുസ്മരിപ്പിക്കുന്ന പൊരുളാഴ്ചിയ ഇടമെന്നാണ് പൊള്ളാച്ചിയുടെ പൂർണ്ണരൂപം. കൃഷിക്കും കച്ചവടത്തിനും പേര് കേൾപ്പിച്ച് തമിഴ്നാടിൻ്റെ വാണിജ്യ ഭൂപടത്തിൽ പണ്ടേ സ്ഥാനം നേടിയ സ്ഥലം. ഇന്ന് മലയാളികൾ ഉണ്ണുന്നതും ഉടുക്കുന്നതും ഇവരുടെ കൂടി അധ്വാനം കൊണ്ടാണ്. പൊള്ളാച്ചിയിൽ നിന്ന് 15 കിലോമീറ്റർ കടന്ന് ആനമലയിലെത്തിയാൽ നീലവാനത്തെ തൊട്ടുരുമി നിൽക്കുന്ന വിശാലമായ തെങ്ങിൻ തോപ്പുകൾ കാണാം. അവയ്ക്കിടയിലൂടെ നീളുന്ന ചെമ്മൺ പാത, വഴിക്കിരുവശവും തിങ്ങി നിറഞ്ഞ് വിളഞ്ഞു കിടക്കുന്ന നാളികേരം. ഇത് OVR സോമസുന്ദരം. വയസ്സ് 57. ഇളനീർ വിൽപ്പന ലക്ഷ്യമാക്കി OVR സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ള തെങ്ങിൻ തോപ്പ് വീട്ടിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണ്. ഇത്തിരി പ്രയാസം നിറഞ്ഞ ഗ്രാമപാതയിലൂടെയുള്ള സഞ്ചാരം OVRന് പുതുമയല്ല. അദ്ദേഹം അനായാസം പൊടിമണ്ണു പാറുന്ന വഴിയിലൂടെ കാർ ഓടിക്കുന്നു. ഈ പാതയ്ക്കിടയിലാണ് ആളിയാർ ഡാമിൽ നിന്ന് ജലസേചനത്തിനായി വിട്ടുകൊടുത്തിരിക്കുന്ന കനാലിൻ്റെ ഗതിയും. വഴിക്ക് കുറുകെ ഒരു കുളിർനദീ പ്രവാഹമായി പരന്നൊഴുകുന്ന കനാൽ ജലം. അനവധി തടയണകൾ പലയിടങ്ങളിലായി കെട്ടി വെള്ളത്തെ തെല്ലും പാഴാക്കാതെ കർഷകന് എത്തിച്ചു കൊടുക്കുന്നതിലെ ശുഷ്കാന്തി ശ്രദ്ധേയം. ഇത് മണ്ണിനെ മാത്രം നനയ്ക്കുന്ന പ്രവാഹമല്ല, ജന്തുജാലങ്ങൾക്കും മനുഷ്യർക്കും കൂടി ഉപകാരപ്പെടുന്ന ജീവജലമാണ്. ഇതിൻ്റെ കാരുണ്യത്തിൽ ഈ താഴ്വര നനയുകയും പച്ചപ്പുകൾ പടരുകയും ചെയ്യുന്നു. മലയടിവാരത്തിൽ OVRന്റെ കാൽപാദങ്ങൾ അമർന്നു കിടക്കുന്ന കൃഷിഭൂമിയിലാണ് ഈ പാത അവസാനിക്കുന്നത്. 75 ഏക്കർ തെങ്ങിൻതോപ്പിൽ നിന്ന് ഇദ്ദേഹത്തിന് ലഭിക്കുന്ന അറ്റാദായം 64 ലക്ഷം രൂപ. കാർഷിക വൃത്തിയിൽ നിന്നുള്ള ആകെ വരുമാനം 80 ലക്ഷം രൂപ. കൃഷിക്കായി ജീവിതം തീരെഴുതി വയ്ക്കുമ്പോൾ ഇത് ലഭിക്കാതിരുന്നാൽ എങ്ങനെ? മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ബോട്ടണിയിൽ ബിരുദം നേടിയ ശേഷം പാരമ്പര്യവൃത്തിയായ കൃഷിയിലേക്ക് തിരിഞ്ഞ് അത്ഭുതകരമായ വിജയങ്ങൾ നേടിയ അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ആമുഖമാണിത്. ഇത്രയും പറഞ്ഞാൽ തീരുന്നതല്ല OVR സോമസുന്ദരത്തിൻ്റെ ജീവിതത്തിൻ്റെയും കൃഷിയുടെയും വിജയകഥകൾ. நான் பரம்பரையாக விவசாய குடும்பத்தை சேர்ந்தவங்க. அதனால் எனக்கு விவசாயத்துக்கு வந்தால் நல்லா இருக்குன்னு நினச்சேன். அதோட ഇൻഡിപെൻഡൻ്റാണ് തൊഴിൽ. തലമുറകളിലൂടെ കാർഷിക വൃത്തിയുടെ പാരമ്പര്യം ലഭിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന് ഭാര്യയും 2 മക്കളുമുണ്ട്. ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മകനും മകളും വിവാഹിതരായി അവരവരുടെ മേഖലകളിൽ മുഴുകിയിരിക്കുന്നു. ഇപ്പോൾ ഈ വലിയ വീട്ടിലും ഫാമിലും. OVRനും ഭാര്യയ്ക്കും കൂട്ട് പേരക്കുട്ടിയും ഇവിടെ തന്നെ വീട് കെട്ടി താമസിക്കുന്ന 45ഓളം ജോലിക്കാരും എണ്ണമറ്റ കൃഷിവിളകളും മാത്രം.
തികഞ്ഞ സസ്യബുക്കായ മദ്യവും പുകയിലയും ഉപയോഗിക്കാത്ത സൗമ്യനായ ഈ മനുഷ്യന് മണ്ണിനെക്കുറിച്ചും വിളകളെക്കുറിച്ചും അവയുടെ പരിപാലനത്തെപ്പറ്റിയും കൃത്യമായ അറിവുകളുണ്ട്. ഉടയപുരത്തെ ഗ്രാമവാസികളും പരിചിതരും ഇദ്ദേഹത്തെ ആദരപൂർവം OVR എന്ന് വിളിക്കുന്നു. 2 ഭാഗങ്ങളിലായി 75 ഏക്കർ ഭൂമിയാണ് OVRനുള്ളത്. അതിൽ വാഹനത്തിന് പോകാനുള്ള വഴിയൊഴിച്ച് എല്ലായിടത്തും എന്തെങ്കിലും കൃഷി. ഈ സൂക്ഷ്മതയിലാണ് OVR അജയ്യനായി നിലനിൽക്കുന്നത്. கோகனட்டுக்கு நான் மாறுறதுக்கு ஒரு மெயின் ரீசன் வந்து நான் நிறைய ஒரு பருத்தி, கரும்பு, வாழை, அப்புறம் காய். ആദ്യത്തെ പരീക്ഷണം നിലക്കടലയായിരുന്നു. അതിനുശേഷം പരുത്തിയും തക്കാളിയും കരിമ്പും കൃഷി ചെയ്തു നോക്കി. തന്നാണ്ട് വിളകളായ ഇവയെല്ലാം തന്നെ കനത്ത നഷ്ടത്തിൽ കലാശിച്ചപ്പോൾ OVR മാത്രം തകർന്നില്ല. ധാരാളം ജോലിക്കാരുടെ നിരന്തര പരിചരണം ആവശ്യമുള്ളതായിരുന്നു ഈ കൃഷിയെല്ലാം. അധിക ചെലവുകളെപ്പറ്റി ബോധവാനായ OVR നഷ്ടസാധ്യത ചുരുക്കിക്കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യത്തിൽ വ്യത്യസ്തമായ കൃഷി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തമിഴിൽ തെന്നമരം എന്ന് വിളിക്കുന്ന നമ്മുടെ തെങ്ങ് കൃഷിയിലേക്ക് 1972-73 കാലഘട്ടത്തിൽ അദ്ദേഹം തിരിഞ്ഞു. അതോടെ ഒരു സ്ഥിര വരുമാനത്തിന്റെ വൻ സാധ്യത ചന്ദന നിറമുള്ള പൂങ്കല പൊട്ടി വിരിയും പോലെ അദ്ദേഹത്തിന് മുന്നിൽ തെളിഞ്ഞു വന്നു. ഹൈബ്രിഡ് ഗുണമേന്മയുള്ള തെങ്ങിനങ്ങളാണ് ഇവിടുത്തെ കൃഷിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവയ്ക്ക് 5 വർഷത്തിലൊരിക്കൽ തന്നെ പൂങ്കൊല വരികയും പുഷ്ടിയോടെ തേങ്ങ പിടിച്ചു തുടങ്ങുകയും ചെയ്യും. സാധാരണ നാടൻ തെങ്ങുകൾക്ക് പൂങ്കുല വരാൻ 10 വർഷമെങ്കിലും വേണ്ടി വരാറുണ്ട്. T*D, D*T സങ്കര ഇനങ്ങളായ ഈ തെങ്ങുകളെ നന്നായി സംരക്ഷിച്ചാൽ എല്ലാം ഒരേ രീതിയിൽ കായ്ഫലം തരുമെന്ന് ഈ ഫാം സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിനുവേണ്ടി നല്ല ഇനം മാതൃവൃക്ഷം തിരഞ്ഞ് അതിൽ നിന്നാണ് വിത്ത് ശേഖരിക്കുന്നത്. വിത്ത് ഗുണം 10 ഗുണം തികച്ചും ചെയ്യും. എന്നാലും 100 തെങ്ങിൻ തൈകൾ നടുമ്പോൾ അതിൽ കുറേയെങ്കിലും നശിച്ചു പോയേക്കാം. അതുകൊണ്ട് 20 തെങ്ങിൻ തൈകൾ ചാക്കിൽ വേറെ വളർത്തുന്നു. കേടുവന്നവ മാറ്റി ഇവ പകരം വെച്ച് തോട്ടത്തിൻ്റെ വളർച്ചയും ഉയരവും ഒരേ മട്ടിൽ ക്രമപ്പെടുത്തും. ഇന്ന് 4200 തെങ്ങുകൾ ഈ തോപ്പിലുണ്ട്. ഇവയിൽ നിന്ന് പ്രതിവർഷം 80,000 തേങ്ങകൾ ലഭിക്കും. തേങ്ങയൊന്നിന് 8 രൂപ വെച്ച് ആദായം 64 ലക്ഷം രൂപ. ஸ்பேசிங், குட் ஸ்பேசிங் வேணும். குட் ஸ்பேசிங்னா நீங்கள் பின்னால் ஏதாவது இன்டர்கிராப் செய்ய போகிறோன்னா அதுக்கு தகுந்த மாதிரி ஸ்பேசிங் எடுக்கணும். இல்லை மானோக்ராப். തെങ്ങുകൾ തമ്മിൽ 29x29 അടി അകലത്തിലാണ് തോപ്പൊരുക്കുന്നത്. ഇത് മിശ്രവിള പരിപാലനം കൂടി ഉദ്ദേശിച്ചിട്ടാണ്. ഏകവിള കൃഷിരീതിയെ പ്രോത്സാഹിപ്പിക്കാൻ മടി മറ്റൊന്നുമല്ല, അത് സ്ഥലം പാഴാക്കും. ഏകവിളയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തെങ്ങുകൾ തമ്മിൽ 27 അടി അകലം വേണം. തെങ്ങിൻ തൈ നടന്ന കുഴികൾക്കുമുണ്ട് പ്രത്യേകത. തെങ്ങിന് ശാസ്ത്രീയമായി പരിരക്ഷ ഉറപ്പുവരുത്താൻ ഈ പ്രത്യേകത സഹായിക്കും. 3x3 അടി വിസ്തീർണത്തിൽ തയ്യാറാക്കിയ കുഴിയിൽ 1 അടി കനത്തിൽ മേൽമണ്ണ് വിരിക്കുന്നു. അതിനുമേലെ ചാണകമടക്കമുള്ള ജൈവവളങ്ങൾ മിശ്രിതമായി യോജിപ്പിച്ച് കുഴി നിറയ്ക്കും. ഇതിലേക്ക് ഫാം കമ്പോസ്റ്റ് കൂടി ചേർത്ത ശേഷം തെങ്ങിൻ തൈ നടുന്നു. പെട്ടെന്ന് കായ പിടിക്കുന്നതും അധിക വിളവ് നൽകുന്നതും കൊപ്ര ശതമാനം കൂടുതലുള്ള തേങ്ങ ലഭിക്കുന്നതും ഹൈബ്രിഡ് തെങ്ങുകളുടെ ഗുണമാണെങ്കിലും തമിഴ്നാട്ടിലെ വെള്ളക്ഷാമത്തെ അതിജീവിക്കാൻ ഇവ ബുദ്ധിമുട്ടുന്നതാണ് പ്രധാന പോരായ്മ. എണ്ണപ്പെരുപ്പമുള്ള കുലകൾ ഉണ്ടാകുന്നതിനാൽ മടലിടിച്ചിൽ രോഗം വരാനും ഈ ഹൈബ്രിഡ് തെങ്ങുകൾക്ക് സാധ്യതയുണ്ട്. ഒരു തെങ്ങിൽ നിന്ന് വർഷം 250-ലധികം തേങ്ങകളാണ് ഇന്ന് OVRന് ലഭിക്കുന്നത്. ജൈവവളത്തിൻ്റെ സാധ്യതയും ജലസ്രോതസ്സും കൂടുതലുള്ള കേരളത്തിൽ 35 തേങ്ങയാണ് സ്റ്റേറ്റ് ആവറേജ്. വിധിക്കപ്പെട്ട പരന്ന മണ്ണിൽ കർഷകന്റെ സ്വർഗമൊരുക്കുന്ന OVRന്റെ മനക്കരുത്ത് ഇവിടെയാണ്. ശാസ്ത്രീയമായ കൃഷിയുടെ ഗുണമല്ലാതെ വേറൊന്നുമല്ല ഈ വിളവെടുപ്പിനാധാരം. ശുഭ്രവസ്ത്രധാരിയായ സൗമ്യനെങ്കിലും കൗശലക്കാരനായ ഒരു വ്യാപാരി കൂടി ഈ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. മറ്റൊന്നിലുമല്ല,
അത് തേങ്ങയുടെ വിപണനത്തിലാണ്. ഒരുപക്ഷെ ആ സാമർഥ്യമാവാം അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു നിശ്ചിത മാസവരുമാനം എന്ന വാക്കിന് ഉറപ്പു നൽകുന്നത്. ஒரு இளநி அவங்க இளநி போட வரவங்களே அவங்களே ஹார்வெஸ்ட் பண்ணிப்பாங்க. நம்ம எண்ணிக்கை மட்டும் எண்ணிக்க வேண்டியது. அந்த மார்க்கெட் விலை இல்லைன்னா நாங்களே கொப்பரா செஞ்சு കൊപ്രയ്ക്ക് വിലയുള്ളപ്പോൾ തേങ്ങയെല്ലാം കൊപ്രയാക്കിയും തേങ്ങയ്ക്ക് വില ഉയരുമ്പോൾ അല്ലെങ്കിൽ ആഭ്യന്തര വിപണി സുരക്ഷിതമായിരിക്കുമ്പോൾ തേങ്ങയാക്കിയും വേനൽ മാസങ്ങളിൽ ഇളനീരാക്കിയും ഇദ്ദേഹം വിപണിയിൽ സമൃദ്ധമായി ഇടപെടുന്നു. എങ്ങനെയുണ്ട് ഈ കൗശലം? തേങ്ങ വെട്ടാൻ 12 മാസം എടുക്കുമ്പോൾ ഇളനീർ വെട്ടാൻ 6 മാസം മതി എന്നതും പെട്ടെന്ന് പണം ലഭിക്കുന്നതും ഇളനീർ വിൽപ്പനയ്ക്ക് പ്രിയം വർദ്ധിപ്പിക്കുന്നു. തമിഴ്നാടിൻ്റെ ദാഹം മാറ്റുന്നത് പൊള്ളാച്ചി ഗ്രാമങ്ങളിലെ കരിക്ക് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതൊരു പുകഴ്ത്തലല്ല, വാസ്തവം മാത്രം. ഇളം പച്ച നിറത്തിൽ നീരു നിറഞ്ഞു നിൽക്കുന്ന ഇളനീർ വെട്ടുന്നത് തെങ്ങുകൾക്കും നല്ലതാണ്. കരിക്കടർത്താതെ വെട്ടിയെടുക്കുന്ന കുല കയറിൽ കെട്ടിയിറക്കി നേരെ വിപണിയിലേക്ക്. ഇന്റർക്രോപ്പിംഗ് അഥവാ ഇടവിളയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇവിടെ തെങ്ങുകൾക്ക് ഇടവിളയായി നൽകിയിട്ടുള്ളത് ജാതിയാണ്. ஜாதியை சின்ன தென்னங்களில் ஜாதி நட முடியாது. ஒன்று பார்சியல் சைடில் பாதி நிழலில் தான் வரும். முழு நிழலும் வேண்டியதில்லை, முழு സൺലൈറ്റും தேவையில்லை. நான் நட்டுனதெல்லாம் சீலிங் தான் நட்டுனங்க. കായയുടെ വലുപ്പത്തിൽ വ്യത്യസ്തതയുള്ള നിരവധി ബ്രീഡുകളും ഈ ജാതിത്തോട്ടത്തിൽ കാണാം. 1 ഏക്കർ ഭൂമിയിൽ ഏതാണ്ട് 60-ൽ താഴെ തെങ്ങുകളും അത്ര തന്നെ ജാതിയും ഇവിടെ വളരുന്നുണ്ട്. ഇതുമൂലം ഭൂമി ലാഭിക്കാനും ജലസേചനം ഫലപ്രദമാക്കാനും കഴിയും. 15 വർഷം പ്രായമായ തെങ്ങിൻ തോട്ടത്തിൽ മാത്രമേ ജാതി വയ്ക്കാവൂ. ഇവിടെയുള്ള 4000 ജാതിയിൽ 60% മുതൽ 70% വരെ പെൺമരവും 30% ആൺമരവുമാണ്. ഇരുണ്ട പച്ചിലക്കൂട്ടങ്ങൾക്കിടയിൽ സ്വർണ്ണവർണ്ണത്തിൽ വിളഞ്ഞുകിടക്കുന്ന ജാതിക്കായകൾ കാണേണ്ട കാഴ്ച തന്നെ. ഒരു ജാതിയിൽ നിന്ന് പ്രതിവർഷം 2000 കായുണ്ടാകും. 5-ാം വർഷം കായ്ച്ച 4000 ജാതിയിൽ നിന്ന് ഒരു വർഷം ലഭിക്കുന്നത് 12 ലക്ഷം രൂപയാണ്. ഇടവിളയായതിനാൽ 15 വർഷത്തിനു ശേഷം വിളവ് ഒരു മരത്തിൽ നിന്ന് പ്രതിവർഷം 5000 വരെ ആകുമത്രേ. ഈ കണക്കുകൾ OVR എന്ന പ്രഗത്ഭമതിയായ ഗവേഷകന്റെ മികച്ച മേൽനോട്ടത്തിന്റെ വിജയമുദ്രകളായി തിരിച്ചറിയാം. അധ്വാനമേ സംതൃപ്തി എന്ന പരസ്യവാചകം ശാന്തഗംഭീരനായ ഈ കർഷകന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മിച്ചസ്ഥലത്തെ സൗകര്യപ്പെടുത്തുന്ന ഏറ്റവും ക്രിയാത്മകമായ നടപടിയാണ് മിശ്രവിള. ഇതിൽ പ്രകൃതിയെ അടുത്തറിയാൻ ശ്രമിക്കുന്ന ഒരു സ്നേഹവും ത്യാഗവുമുണ്ട്. കൊല്ലം തോറും മാങ്ങയിലൂടെ 3 ലക്ഷം രൂപയുടെ വരുമാനം തരുന്ന മാന്തോപ്പ്, അതിനോട് ചേർന്ന് പുല്ലുമൂടി കിടക്കുന്ന കുറച്ചധികം പ്രദേശങ്ങൾ, അവയ്ക്കിടയിലൂടെ വർഷകാലത്ത് വെള്ളം കിട്ടുന്ന ഒരു അരുവി നേർത്തൊഴുകുന്നു. പക്ഷികളുടെ പാട്ടും കാറ്റിൻ്റെ തലോടലുമേറ്റ് ശാന്തഗംഭീരഭാവത്തിൽ നിലകൊള്ളുന്ന മാവുകൾ. ഈ പശ്ചാത്തലത്തിലാണ് OVR തൻ്റെ മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള ഇടവും ഒരുക്കിയിട്ടുള്ളത്. ഇതൊരു ജൈവബോധമാണ്, അതോടൊപ്പം അഗാധമായ ഒരു ഹൃദയബന്ധവും. മണ്ണ്, മണ്ണിര, മണ്ണിനോട് ചേരുന്ന ജൈവരൂപങ്ങൾ എന്ന തൃത്വത്തെ പ്രകൃതിയുടെ മടിത്തട്ടിൽ തന്നെ സ്വാഭാവികമായി ഇണക്കിയിരിക്കുകയാണ് ഇദ്ദേഹം. വമ്പിച്ച അളവിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വളത്തിന് മൂല്യം വർദ്ധിപ്പിക്കുന്നതും പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഈ സവിശേഷ സാഹചര്യങ്ങളാവാം. മണ്ണിൽ നനവ് നിലനിർത്താനും ഒരേ സമയം താഴെയും മുകളിലുമായി
വ്യത്യസ്ത വിളയിൽ ഫലമുണ്ടാക്കിയെടുക്കാനും ഇതുവഴി കഴിയും. അതുകൊണ്ട് തന്നെ തോട്ടത്തിലേക്ക് കണ്ണയയ്ക്കുമ്പോൾ പച്ചയുടെ ശാന്തമായ സമുദ്രമല്ലാതെ മറ്റൊന്നും നമ്മെ നേരിടുകയില്ല. തെങ്ങിന് നൽകാവുന്ന മറ്റൊരു മികച്ച ഇടവേളയാണ് കൊക്കോ. கொக்கோவில் இன்டர் கிராப்பிங் ஒரு செடிக்கு 2 கிலோ எடுக்கலாம். அதாவது ட்ரைடு பீன்ஸ். நாங்கள்லாம் இங்கே பீன்ஸை ப்ராசஸ் பண்ணி ட்ரை பண்ணி தான் விலைக்கு கொடுக்குறோம். இன்னத்தை மார்க்கெட் ரேட்டு 70 75 രൂപ പോയിട്ട് இருக்குது. ഉറുതിயாக 2 കിലോ கிடைக்கும். 2 കിലോ 150. അതിൽ നിന്ന് ലഭിക്കുന്ന അറ്റാദായം 3.5 ലക്ഷം രൂപ. ഉയരത്തിൽ പോകുന്ന തെങ്ങുകൾക്കിടയിൽ പച്ചപ്പ് തഴച്ച് നിറഞ്ഞു വളരുന്ന കൊക്കോയും ജാതിയും കർഷകന്റെ മാത്രമല്ല ഏതൊരു പ്രകൃതി സ്നേഹിയുടെയും കൂടി കണ്ണിന്റെ കുളിർമയാണ്. ഫലം തരുന്ന 3000 കൊക്കോ ചെടികൾ ഇപ്പോഴുണ്ട്. മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാലയിൽ നിന്ന് F1 ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കൊക്കോയുടെ തൈകൾ വാങ്ങി ഒരേക്കറിൽ ഏകദേശം 200ഓളം കൊക്കോ ചെടികൾ ഇടവിളയായി കൃഷി ഇറക്കാം. 5 വർഷം പ്രായമെത്തിയ കൊക്കോ ചെടികളിൽ നിന്നും മതിയായ വിളവ് ഇന്ന് ലഭിക്കുന്നുണ്ട്. ആളിയാർ ഡാമിൽ നിന്നും കനാൽ വഴി എത്തിച്ചു കൊടുക്കുന്ന വെള്ളമാണ് ജലസേചനത്തിനായി ഉപയോഗിക്കുന്നത്. ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ഓരോ ചെടിയുടെയും ചുവട്ടിലും ഓരോ തുള്ളിയായി എത്തുന്നു. അതെ, തമിഴന് ഓരോ തുള്ളി വെള്ളവും അവൻ്റെ ജീവജലം തന്നെ. അതിൻ്റെ നേർ സാക്ഷ്യമാണ് അവിടുത്തെ കൃഷിയിടങ്ങളിൽ കാണുന്ന ഹരിത സമൃദ്ധി. കുറച്ച് കാശുണ്ടാക്കി പെട്ടിയിൽ വച്ച് വെറുതെ കിനാവ് കണ്ടിരിക്കുന്നയാളല്ല OVR. പുതിയ അറിവുകൾക്കും വിത്തുകൾക്കുമായി അദ്ദേഹം അലയുന്നു. പലപാട് കേരളം സന്ദർശിച്ചിട്ടുള്ള OVRന് മലയാളി പരിചയപ്പെടുത്തിയ കൃഷിയാണ് ബുഷ് പെപ്പർ അഥവാ കുറ്റിക്കുരുമുളക്. புஷ் பெப்பரை பொறுத்தவரை ஒரு நல்ல ஒரு பன்னீர் ஒன்று மாதிரி ஒரு ரகமாக இருந்தால் பன்னீர் ஒன்று வேறு ரகங்கள் புதுசாக கண்டுபிடிச்சிட்ருக்காங்க. நல்ல தருணத்தில் ஒரு செடிக்கு 2 கிலோ ட்ரைடு புஷ் பெப்பர் கட்டாயம் இந்த ட்ரைடு பெப்பர் கிடைக்கும். അതെല്ലാം വാളയാർ കടന്ന് ഇവിടെ നിന്ന് പോയ ഈ സന്തതി ഇന്ന് തമിഴ് മണ്ണിലെ തെങ്ങിൻ തോപ്പിനിടയിൽ അരുമയായി വളർന്ന് കായ്ച്ചു കിടക്കുന്നത് നമ്മുടെ ഞാറ്റുവേലയെപ്പോലും അസൂയപ്പെടുത്തുന്ന കാഴ്ചയാണ്. താങ്ങ് കൊടുത്ത് മുകളിലേക്ക് പടർത്തി വിടേണ്ടതില്ലാത്ത ബുഷ് പെപ്പറിൽ നിന്ന് 365 ദിവസവും വിളവെടുക്കാം. ഒരു ചെടിയിൽ നിന്ന് 2 കിലോഗ്രാം വരെ കുരുമുളക് ലഭിച്ചിട്ടുണ്ട്. നിത്യസമൃദ്ധി നൽകുന്ന ഇത്തരം 100-ലധികം ബുഷ് പെപ്പർ ചെടികളാണ് OVRന്റെ തെങ്ങിൻ തോപ്പുകളിലുള്ളത്. തെങ്ങ് കൂടാതെ വാഴയും വാനിലയും കൂടി ഈ 75 ഏക്കർ കൃഷിയിടത്തിൽ വളരുന്നുണ്ട്. G9, മധുകർ എന്നീ ഇനങ്ങളാണ് ഇവിടെ കൃഷി ഇറക്കിയിട്ടുള്ള വാഴവർഗം. ഇവ ഏതാണ്ട് 23,000 എണ്ണം വരും. മുൻ വർഷങ്ങളിൽ വാനില കൃഷിക്ക് കേരളത്തിലുണ്ടായ വിലക്കയറ്റം ഒരു പ്രലോഭനം മാത്രമായിരുന്നെന്നും അത് വാനിലയുടെ ശരിയായ വിലയായിരുന്നില്ലെന്നും സമർത്ഥിക്കുന്ന OVRന് വാനിലയിൽ ശുഭാപ്തി വിശ്വാസമാണുള്ളത്. വാനില കൃഷിയുടെ പഠനത്തിന് വേണ്ടി OVR മഡഗാസ്കർ വരെ പോയി. കൃഷിയെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടി മാത്രമായി ജർമ്മനി, സിംഗപ്പൂർ, ഇസ്രായേൽ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും OVR പഠനയാത്രകൾ നടത്തിയിട്ടുണ്ട്. തിരിച്ചെത്തിയ ശേഷം അവിടെ നിന്നും ലഭിച്ച അറിവുകൾ സ്വന്തം തോപ്പിൽ പ്രാവർത്തികമാക്കി. ഇങ്ങനെ ഇറക്കുമതി ചെയ്തതാണ് ഈ കേമൻ യന്ത്രം. തോട്ടത്തിലെ ഉണങ്ങിയ തെങ്ങിൻ മടൽ, ശീമക്കൊന്ന തണ്ടുകൾ തുടങ്ങിയവ അറുത്തുമുറിച്ച് പൊടിയാക്കി മണ്ണിര കമ്പോസ്റ്റിനായി ഉപയോഗിക്കുന്ന ഒരു ഷ്രെഡർ യന്ത്രമാണിത്. ഇറ്റലിയിൽ നിന്നും 3.5 ലക്ഷം രൂപ മുടക്കിയാണ് ഈ ചോപ്പർ ഇദ്ദേഹം ഫാമിൽ സ്ഥാപിച്ചിട്ടുള്ളത്. നല്ല കർഷകരെ കണ്ടെത്തി ആശയവിനിമയം ചെയ്യുന്നതിനായി ഇന്ത്യയൊട്ടുക്ക് ഒരു പഥികനെ പോലെ ഇദ്ദേഹം ചുറ്റിയടിക്കുന്നു. കേരളത്തിലെ ഒട്ടെല്ലാ പ്രദേശങ്ങളെയും മികച്ച കർഷകരെയും അടുത്തറിയാവുന്ന OVRന് കൃഷി ഒരേ സമയം പരീക്ഷണവും ഗവേഷണവും വരുമാന മാർഗവുമാണ്. അതിനുവേണ്ടി അദ്ദേഹം അമിതമായ രാസവള പ്രയോഗത്തെ ഒരിക്കലും ആശ്രയിക്കുന്നില്ല. പച്ചില വളത്തിൻ്റെ ലഭ്യതയ്ക്കായി ശീമക്കൊന്ന വലിയ അളവിൽ തോട്ടത്തിൻ്റെ പല ഭാഗത്തും വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അവ തെങ്ങുയരത്തിൽ വളർന്നു നിൽക്കുന്നു.
കാറ്റിനൊപ്പം ചാഞ്ചാടുകയും തണൽ പടർത്തുകയും ചെയ്യുന്നു. കോഴിവളവും ചാണകവും പച്ചിലവളവും ചേർത്താണ് തെങ്ങുകൾക്കും ഇടവിളകൾക്കും അദ്ദേഹം വളപ്രയോഗം നടത്തുന്നത്. OVR സോമസുന്ദരത്തിൻ്റെ ദീർഘദർശിത്വമുള്ള പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞ് 1991 മികച്ച കർഷകനുള്ള CPCRI അവാർഡ് അദ്ദേഹത്തിന് നൽകി ആദരിക്കുകയുണ്ടായി. അതെല്ലാം വിനീതനായ ഈ മനുഷ്യൻ ചെറുപുഞ്ചിരിയോടെ ശരിവയ്ക്കുന്നു. സഹ്യാദ്രി നിരകൾ കാത്തു പരിപാലിക്കുന്ന കൃഷിയിടത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് മാനത്തേക്ക് നോക്കി മഴയ്ക്ക് വേണ്ടി യാചിക്കുന്നു. തനിക്കു വേണ്ടി മാത്രമല്ല, കഷ്ടപ്പെടുന്ന എല്ലാ കർഷകർക്കും വേണ്ടി. ഭാവിയെ നേരിടാൻ OVR ഇനിയും തയ്യാറെടുക്കുകയാണ്. ഏറ്റവും മികച്ച ഗുണം തരുന്ന വിളകൾ മാത്രം ഉൾപ്പെടുത്തിയ ഒരു തോപ്പാണ് ഭാവി പദ്ധതി. അദ്ദേഹം അത് സാക്ഷാത്കരിക്കുമെന്ന് ഉറപ്പിക്കാം. കാരണം ഭൂവുടമയെന്ന അഹംബോധമില്ലാതെ തോട്ടക്കാരനൊപ്പം നിന്ന് പണിയെടുക്കാൻ മടിക്കാത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. സുശക്തവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിരീക്ഷണ പരീക്ഷണമാണ് എന്നും OVR സോമസുന്ദരത്തിന് കൃഷി. കാലവർഷവും കേരളവും കനിഞ്ഞു നൽകുന്ന ഇത്തിരി വെള്ളം കൊണ്ടും ആസൂത്രണത്തിലെ മികവ് കൊണ്ടും വിജയം വരിക്കുന്ന ഒരു കർഷകന് സമൃദ്ധി എന്നും കൂടെയുണ്ടായിരിക്കും. മധ്യാഹ്നം പിന്നിട്ട് സായങ്കാലമാകുകയാണ്. വെയിൽ താഴ്ന്നു. ഒരു പകലിൻ്റെ മുഴുവൻ ചുറ്റിസഞ്ചാരത്തിന് വിരാമം. OVR അപ്പോഴും രാവിലെ കണ്ടതുപോലെ പ്രസന്നവദനൻ. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഭാരതത്തിനാകെ അഭിമാനിക്കാവുന്ന മാതൃകയായി OVR സോമസുന്ദരം മാറുകയാണ്. ഹരിതഭാരതത്തിൻ്റെ പ്രയാണം വീണ്ടും തുടരുന്നു. ഭാരതത്തിൻ്റെ അഭിമാനമായ അടുത്ത കർഷകനിലേക്ക്.